എനിക്ക് മാളുവിനെ ഒത്തിരി ഇഷ്ടം. തിരിച്ചവളാണെങ്കിലും എന്നെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുന്നത് സത്യം പറഞ്ഞ വലിയൊരു ഭാഗ്യ. പക്ഷെ അതെല്ലാവർക്കും കിട്ടാറില്ല. നന്ദിതയെ പോലെ ചിലർക്കെങ്കിലും ആ സൗഭാഗ്യം കിട്ടാതെ പോവാറുണ്ട്. ആരാ നന്ദിതയെന്നല്ലേ? സ്വന്തം മകളല്ലാതിരുന്നിട്ടും മീനാക്ഷിയെ സ്വന്തം പോലെ സ്നേഹിച്ചൊരമ്മ. അവരുടെ കഥയാണ് വാത്സല്യം. എന്നും രാത്രി 8:30 നമ്മുടെ സ്വന്തം സി കേരളത്തിൽ. മഹേട്ടാ, ചായ കുടിക്കേ. ഇയാളെന്താ ഇവിടെ? ഞാൻ ഗംഗയെ കാണാൻ വന്നതാ. ഇയാളോട് പോവാൻ പറ അച്ഛാ. ഇയാൾ ഗംഗയെ കാണണ്ട. എന്തിനാ ഇയാളെ വീട്ടിൽ കയറ്റിയത്? ഗംഗേ, ഗംഗേ, താൻ എനിക്ക് ചായ തന്നില്ലല്ലോ. ഇപ്പൊ തരാം. ആ. അയാളെ എവിടെന്ന് പറഞ്ഞു വിടച്ചാ. മോളിവിടെ നിൽക്കേ, അച്ഛൻ പറയട്ടെ. നമ്മൾ വെറുതെ ബഹളം വെച്ചോണ്ടോ ദേഷ്യപ്പെട്ടതുകൊണ്ടോ ഒന്നും അയാൾ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നമുക്ക് പറ്റില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അയാളെ ഇറക്കി വിടണം. എനിക്ക് അയാളെ കാണണ്ട. അയാൾ ഇവിടെ വരുന്നത് ഗംഗയെ കാണാനാ. അയാൾ ഗംഗയുടെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് സങ്കടം വരുവാ. ഗംഗയുടെ അടുത്ത് അച്ഛൻ മാത്രം നിന്നാ മതി. അയാൾ ഇവിടെ നിൽക്കണ്ട. അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറ. എന്താ ഒന്നും പറയാത്തെ? ഞാൻ എന്തു പറയുമെന്ന് ആലോചിക്കായിരുന്നു. ഈ വീട്ടിലെല്ലാവരും നകുലിനെ വല്ലാതെ വിശ്വസിച്ചിരിക്കുക. ഈ സമയത്ത് നമ്മൾ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവൻ കള്ളനാണെന്ന് നമുക്കറിയാലോ. അവരാരും എന്താ നമ്മൾ പറയുന്ന വിശ്വസിക്കാത്തെ? അത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ. മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. എനിക്ക് പേടിയാ. നമ്മൾ വഴി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും അവൻ ഗംഗയെ കല്യാണം കഴിച്ച് ഇവിടുന്ന് കൊണ്ടുപോയാ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് ആരും ഇല്ലാതാവില്ലേ അച്ഛാ? എന്റെ മോള് വിഷമിക്കാതെ, അച്ഛൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. അവൻ ഗംഗയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് മഹി എനിക്ക് വാക്ക് തന്നതാ. ആ വാക്ക് തെറ്റിക്കരുത്. ഇല്ല, എന്ത് സംഭവിച്ചാലും ഗംഗയുടെ കഴുത്തിൽ അവൻ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഉറപ്പല്ലേ? അതെ. ആ, മോള് ചെന്ന് കുളിച്ച് യൂണിഫോം ഒക്കെ മാറ്. ഗംഗ മോൾക്ക് കുടിക്കാൻ പാലെടുത്ത് തരും. ശരി അച്ഛാ.
നിങ്ങൾ ഇങ്ങനെ എപ്പോഴും എന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതെ, ഞാനൊരു വാക്ക് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റ കാര്യം ചെയ്തിരിക്കും. പേടിക്കണ്ട, ഫോട്ടോയിൽ കണ്ട ആള് തന്നെ. നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഞാൻ തന്നെ ഉണ്ടാക്കി തന്നോളാം. ആ അതെ, ആ ശരി. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തോളാം. ആ ശരി. ആ എടാ, തന്നോടല്ലോ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞേ. അച്ഛാ, അച്ഛാ, എന്താ മാളു? അച്ഛാ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ മോള് പേടിക്കുന്നേ? അച്ഛനോട് കാര്യം പറ. അത് അയാള് അവിടെ, അയാള്. മാളു, എന്താ മഹി, എന്തിനാ മോള് ബഹളം വെക്കുന്നേ? അറിയില്ല അമ്മേ, മാളു നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എത്ര ചോദിച്ചിട്ടും കാര്യം പറയുന്നില്ല. എന്തിനാ മോള് പേടിക്കുന്നെ? ഞാൻ പറഞ്ഞില്ല ഗംഗേ, അയാള് ചീത്തയാ. അയാളെ ഗംഗ കല്യാണം കഴിക്കണ്ട. എന്താ മാളു, നകുൽ എന്താ ചെയ്തേ? അയാളെല്ലാരും കൊല്ലും. അയാളെ ഈ തോക്കുണ്ട്. എന്താ നകുൽ ഇതൊക്കെ? അയ്യോ മഹി, അയാളുടെ അടുത്തേക്ക് പോണ്ട. അയാള് നമ്മളെ കൊല്ലും. മഹി, അയാള് ചീത്തയാ. മോൾ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. മാളു സത്യമാണോ പറയുന്നേ? മോള് കണ്ടതാണോ? അതെ ഗംഗേ, ഞാൻ പറയുന്ന സത്യാ. അയാള് ബാഗിലുണ്ട്. അതൊക്കെ മോക്ക് വെറുതെ തോന്നിയതാവും അല്ലേ നകുൽ? കൂടുതൽ സംസാരത്തിന്റെ ആവശ്യം എന്താ? ആ ബാഗ് പരിശോധിച്ചാ പോരെ? നകുൽ, ആ ബാഗ് ഒന്ന് ചെന്നെടുത്തുണ്ടോ? എന്തിന്? അതിലെന്റെ പ്രൈവറ്റ് സാധനങ്ങളാ. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പുറത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കണ്ടോ, അതിൽ തോക്കുണ്ട്. അതാ അയാള് സമ്മതിക്കാത്തത്. നകുലിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അയാൾക്ക് ഉറപ്പാ. പിന്നെ മോളുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്കത് നോക്കിയേക്കാം, അല്ലേ നകുൽ? ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു കൊച്ചുകുട്ടിയുടെ വാക്ക് കേട്ട്
എന്റെ പ്രൈവസി നശിപ്പിക്കേണ്ട കാര്യം എന്താ? നകുല് പറയുന്നതിലും കാര്യമുണ്ട്. മാളുവിന് നകുലിനോട് എന്തോ ദേഷ്യമുണ്ട്. അതുകൊണ്ട് മോൾക്ക് വെറുതെ തോന്നുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല മഹി, ഞാൻ സത്യം പറഞ്ഞേ. ഇയാളുടെ ബാഗിൽ ഞാൻ തോക്ക് കണ്ടതാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വിശ്വാസമാണ്. കാണാത്ത ഒരു കാര്യവും മാളു കണ്ടെന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ നകുലിന്റെ ബാഗ് നോക്കുന്നതിൽ ഒരു തെറ്റുള്ളതായും എനിക്ക് തോന്നുന്നില്ല. ബാഗ് എടുക്കാൻ നകുലിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. With your permission. എന്താ ഇത്?
അയ്യോ അമ്മേ അയ്യോ അയ്യോ മാളൂനൊന്നും ചെയ്യണ്ട. മാളു മാളു കരയല്ലേ? മാളു 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 കരയണ്ട. മാളു മാളു എന്റെ മഹി, ഇതൊരു കളിത്തോക്ക. മാളൂന് തോക്ക് ഇഷ്ടമായതുകൊണ്ട് അവക്ക് വേണ്ടി വാങ്ങിയതാ. ശ്ശോ, പേടിച്ചു പോയി. ഒരു നിമിഷം കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന്. ദാ സംശയമുണ്ടോ നോക്കിയോ. എനിക്ക് തോക്കിന്റെ പരിപാടി ഒന്നും അറിയില്ല. ഞാനൊരു പാവം ഫോട്ടോഗ്രാഫറാണേ. മാളൂന് എന്നോട് എന്തോ പിണക്കമുണ്ട്. അതാ അവൾ എപ്പോഴും എന്റെ ഭാഗത്ത് കുറ്റം പറയുന്നേ. ഏതായാലും നകുലിനോട് ചെയ്തത് വളരെ മോശമായി പോയി മഹിയേട്ടാ. അതെ, നകുലിന്റെ സ്ഥാനത്ത് ആരായാലും ഇതൊന്നും സഹിക്കില്ല. എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ഇതൊക്കെ ഒരു തമാശയായിട്ട് ഞാനും കണ്ടിട്ടുള്ളൂ. ദാ, ഇത് മോള് വെച്ചോ. മോൾക്ക് കളിക്കാം. നിങ്ങൾ വലിയ പ്രൊഫഷണലാ ബുദ്ധിമാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മണ്ടത്തരങ്ങളാ ചെയ്ത് കൂട്ടുന്നേ. എന്തിനാ ഇവിടെ വരുമ്പോ തോക്കൊക്കെ കൊണ്ടുവരുന്നേ? ഇനി അത് കൊണ്ടുവന്നാ തന്നെ ആരും കാണാതെ സൂക്ഷിക്കാൻ അറിയില്ലേ? ഞാനത് മാനേജ് ചെയ്തില്ലേ. ശ്രേയ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സി, നമ്മൾ വിചാരിക്കാത്ത പല കാര്യവും ജീവിതത്തിൽ സംഭവിക്കും. അവിടെ നമ്മൾ പാനിക്കായിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ആലോചിച്ച് അത് ചെയ്തു നോക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. എല്ലാം കയ്യോടെ പിടിച്ചെന്ന് കരുതിപ്പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിടിക്കപ്പെടുന്നു തോന്നിയ ഓടി രക്ഷപ്പെട്ടോണം. മഹിയേട്ടൻ കാണുന്ന പോലെ അത്ര പാവൊന്നുമല്ല. നല്ല കിണ്ടലിടി ഇടിക്കും. വെറുതെ അത് മേടിച്ചു കൂട്ടരുത്. സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. എന്റെ പ്ലാനും പദ്ധതിയെല്ലാം പക്കയായിരുന്നു. പക്ഷെ ആ മാളു, അവൾ എപ്പോ വന്നു, എങ്ങനെ ഈ തോക്ക് കണ്ടുവെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ ആ മുറി നിന്നപ്പോ അതൊന്ന് പുറത്തെടുത്തിരുന്നു. അപ്പൊ കണ്ടതാവും. ആ കുട്ടി പിശാച് എന്നും എനിക്കൊരു പാരയാ. അവൾ ആദ്യം തീരണം. ദേ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിക്കണ്ട. ഞാൻ പറഞ്ഞത് മറന്നു പോയരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും മാളുവിനൊന്നും സംഭവിക്കാൻ പാടില്ല. മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാ
മഹേട്ടൻ പിന്നെ എന്നെ വിവാഹം കഴിക്കില്ല, അത് മറക്കരുത്. ഞാൻ ഈ പാടുപെടുന്നതെല്ലാം എന്റെ മഹേട്ടന്റെ വിവാഹം നടക്കാൻ വേണ്ടി മാത്രമാ, മനസ്സിലായോ?